ഇതാണ് ഇല്ലത്തെ വീട്. ഇപ്പോൾ ഇവിടെ മുത്തച്ഛനും മകളും പേരക്കുട്ടിയും പണിക്കാരുമാണ് താമസം. മുത്തച്ഛൻ ആളൊരു കണിശക്കാരനാണ്. അത്യാവശ്യം മാന്ത്രിക വിദ്യയും പൊടിക്കൈകളും പുള്ളിയുടെ കയ്യിലുണ്ട്. കൊച്ചുമോളെ അനു, അമാവാസിക്ക് രാത്രി കാടിനകത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. അവൾ വിളിക്കുന്ന സമയമാണ്. കുട്ടിയുടെ ശബ്ദത്തിൽ അവൾ വിളിക്കും. ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. മതി മതി, ഇനി അവളെ പേടിപ്പിക്കണ്ട. ആ പഴയ കഥകളൊന്നും ഇനി വേണ്ട. മോളെ അനു, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അനുവിൻ്റെ മുഖത്ത് ചില സംശയങ്ങളും ഭയവും വന്നു. അനു ഉറങ്ങാൻ കിടന്നു. നേരം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അനു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. തന്നെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന പോലെ. അനു പേടിച്ച് കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ആ ശബ്ദത്തിന് പിറകെ നടന്നു. കയ്യിൽ ഒരു പന്തവുമായി ആ ശബ്ദത്തെ അനുഗമിച്ച് അനു കാട്ടിലേക്ക് നടന്നു. മുന്നോട്ട് പോയതും അത് അവിടെ വെളുത്ത വസ്ത്രം ധരിച്ചൊരു സ്ത്രീ നിൽക്കുന്നു. ഒരു പൊട്ടിച്ചിരിയോടെ തനിക്ക് ചുറ്റും കാറ്റുവീശി. മരങ്ങൾ ആടിയുലഞ്ഞു. അന്തരീക്ഷം ഇരുണ്ടു. തനിക്ക് മുന്നിൽ ഇതാ നിൽക്കുന്നു യക്ഷി വിശ്വരൂപത്തിൽ. വന്നു, നീ എന്നെ കാണാൻ. ഇനി നീ എന്റേതാണ്. കാട് മുഴുവൻ അന്ധകാരം പ്രാപിച്ചു. പന്തവും കാണാനില്ല, വെളിച്ചവും കാണാനില്ല. മുഴുവൻ അന്ധകാരം മാത്രം. ആ സമയം മുത്തച്ഛൻ കൊച്ചുമോളെ തിരിഞ്ഞ് കാട്ടിലെത്തി. നീ എന്താ കുട്ടിയെ കാണിച്ചത്? മുത്തച്ഛൻ മന്ത്രം ചൊല്ലി ഒരു ചരട് ജപിച്ച് അനുവിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. അനുവിലുണ്ടായിരുന്ന യക്ഷി അകന്നുപോയി. അവൾ സ്വബോധത്തിൽ തിരിച്ചു വന്നു. മുത്തച്ഛൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയ അനുവിന് ചില സംശയങ്ങളൊക്കെ തോന്നി. കഴിഞ്ഞതൊക്കെ അവൾക്കൊരു ദുസ്വപ്നം പോലെ തോന്നി. അങ്ങനെ സമാധാനത്തോടെ അനു കുളിച്ച് വൃത്തിയായി തൻ്റെ മുറിയിലേക്ക് വന്നു. തൻ്റെ മുറിയിലെ കണ്ണാടിയിലേക്ക് നോക്കി. അതിൽ തൻ്റെ പിറയിലുള്ള ആളെ കണ്ട് അനു ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു. ഞാൻ എങ്ങും പോയിട്ടില്ല, നിന്റെ കൂടെ തന്നെയുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷനായി. താങ്ക്